മനസ്സിലായി? വിശ്വാസം എന്ന സ്വിച്ച് ഓൺ ആക്കണം. എങ്കിൽ മാത്രമേ അഭിഷേകത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയുള്ളൂ. കർത്താവെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അതിലുപരി നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്ന് അറിയാമോ? കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും എനിക്ക് എവിടെ പോകാൻ പറ്റും? അങ്ങനെ ഒരു ചിന്ത വന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും എനിക്ക് എവിടെ പോകാൻ പറ്റും? എവിടെ പോയാലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നു, ദാവീദ് പറഞ്ഞിരിക്കുക, ഞാൻ നരകത്തിൽ പോയി ഒരു ബെഡ് വിരിച്ച് കിടന്നാലും അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കടലിന്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് പോയി ഞാൻ നിന്നാലും ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് എവിടെ മറഞ്ഞിരിക്കാൻ പറ്റും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും? ഹല്ലേലൂയ. Practice the presence of the Holy Spirit. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ 24/7 24 മണിക്കൂറിലേക്ക് ദിവസമുണ്ടെങ്കിൽ അത് 24 മണിക്കൂറും ദൈവം നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അഭിഷേകം, സാന്നിധ്യം, ദൈവ സാന്നിധ്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അത് കൂടിയും കുറഞ്ഞും വേരിയേഷൻ വരുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്കതിൻ്റെ പൂർണ്ണത സഹിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. വടിയോ മനസ്സിലായോ? അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന പർവ്വതത്തിൽ ഇസ്രായേൽ ജനം ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അന്നേരം സംഭവിക്കും, ചത്തു വീഴും. മനസ്സിലായോ? ആ ഒരു സംഭവം മാറ്റിയിട്ടാണ് ക്രിസ്തു വന്നത്. യേശു ക്രിസ്തു മരിച്ചപ്പോൾ തിരശ്ശീല രണ്ടായി പിളർന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വിജാതിയർക്കും വരാം, ജാതികൾക്കും വരാം, ക്രിസ്ത്യാനികൾക്കും വരാം. എല്ലാവർക്കും ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുവാനുള്ള തിരശ്ശീല മുറിഞ്ഞു. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹായി പറയുന്ന ധൈര്യപൂർവവും എന്ത് ചെയ്യും? നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലും. എങ്ങനെയോ നടക്കുന്നത്? ഇങ്ങനെയാണ് നടക്കുന്നത്. രാജാവിന്റെ മകൻ എങ്ങനെ നടക്കൂ? ഇല്ല, രാജാവിന്റെ മകൻ മോശ എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്? അവൻ വട്ടികുത്തി അന്തസ്സോടുകൂടി തലയുയർത്തിയാണ് നടന്നത്. കാരണം നിങ്ങൾ രാജാവിന്റെ മക്കളാണ്. ആരെന്ന രാജാവ്? രാജാവായ യേശു ക്രിസ്തുവിന്റെ മക്കളാണ് നിങ്ങൾ. പ്രിൻസ്, ഹല്ലേലൂയ. രാജകുമാരന്മാർ. ബൈബിളിൽ നിങ്ങൾ രാജാക്കന്മാരാണ്. ഊഹാധ്യാനമൊക്കെ കടന്നു കഴിയുമ്പോൾ പഴയ ശങ്കരൻ പിന്നെയും തന്നെയാണ്. അങ്ങനെയാണോ? അല്ല, ഒരു വ്യത്യാസമുണ്ട്. അല്ലെ? ഒരു വ്യത്യാസമുണ്ട്. വേണോ? വ്യത്യാസം വേണം. വേണം. ഓരോ ദിവസം തോറും, ഹലോ, എക്സ്ക്യൂസ് മീ, കേൾക്കുന്നുണ്ടോ? നിങ്ങളോട് കൂടിയാണ് പറയുന്നത്. ഓരോ ദിവസം തോറും നിങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസം. രണ്ട് ജോക്ക് പറയും, വില പോയി, അതിൻ്റെ വല്ല ആവശ്യമില്ല. പണ്ട് കൂടെ സിനിമ കാണുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ നിങ്ങളോട് ഫ്രണ്ട്സ് വിളിക്കും, മാഡം നമുക്ക് സിനിമ കാണാം, അല്ലെ പടി നമുക്ക് സിനിമ ഐ നോട്ട് ഇൻട്രസ്റ്റ്. ഞാൻ പുഴുവായിരുന്നു, ചപ്പും ചവറാ തിന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പൂമ്പാറ്റിയായി. ഇപ്പം തേനും പിന്നെ പൂമ്പൊടിയും എൻ്റെ ഭക്ഷണം. എന്താ തേനും പൂമ്പൊടിയും? ദൈവവചനം. മനസ്സിലായോ? പുഴുവായിരുന്നപ്പോൾ എന്തായിരുന്നു? ചുമ്മാ ചപ്പും ചവറും ഏലയായിരുന്നു. അത് സിനിമ കാണാൻ പോവും, അത് പോവും, ഇത് പോവും, ചപ്പും ചവറൊക്കെയാണ്. എന്നാൽ ഞാനിപ്പം പുതിയ സൃഷ്ടിയായി. ഞാൻ പൂമ്പാറ്റിയായി. മെറ്റാമോർഫോസിസ്, ന്യൂ ചിത്രശലഭമായി, ന്യൂ ക്രിയേഷനായി. എൻ്റെ ഭക്ഷണം വരെ മാറി. ആത്മാവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഭക്ഷണ ശൈലി വരെ മാറി. തേനും പൂമ്പിടിയൊക്കെയാണ് എൻ്റെ ഭക്ഷണം. വാ, മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ?
മനസ്സിലായോ? എന്താ ഭക്ഷണം സംഭവിക്കുന്നു. പണ്ടൊരു ദൈവദാസൻ അയർലൻഡിൽ സുവിശേഷം പറയും. റോബർട്ട് വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ദൈവദാസൻ. ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ മാനസാന്തരപ്പെടാൻ വരുന്നോണ്ടിരിക്കുക. സുവിശേഷം കേൾക്കുന്നു, മാനസാന്തരപ്പെടുന്നു, പരിശുദ്ധാത്മാ അങ്ങനെ ഭയങ്കര സംഭവം. അപ്പൊ അവിടുത്തെ രാജ്യക്കാർ കുതിരപ്പുറത്ത്, അന്ന് വണ്ടികൾ വാഹനങ്ങൾ കുതിരപ്പുറത്തെ ജോലി ചെയ്യുന്നു. അപ്പം ഈ കുതിരയുടെ ഇവർ ഈ ശുശ്രൂഷയ്ക്ക് പോയി ഒന്ന് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ കുതിരയുടെ മുകളിൽ കയറി കഴിഞ്ഞ് തെറി പറയാൻ പറ്റുന്നില്ല. അതിനു മുമ്പ് ഇവർ തെറി പറഞ്ഞെങ്കിലേ കുതിര പോകത്തുള്ളൂ. ഇവർക്ക് തെറി പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുതിര പോകുന്നില്ല. കുതിര അവിടെ തന്നെ നിൽക്കുക. സംഭവം മനസ്സിലായോ? അത്രമാത്രം മാറ്റം ഒരു മനുഷ്യന് ഉളവാക്കി. അപ്പം നമ്മൾ ഈ റൂഹ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ ചേഞ്ചിനും ഇമ്പോർട്ടൻസിനും വളരെ പ്രധാനപ്പെട്ട നമ്മൾ കൊടുക്കും. ഇവിടെ അച്ഛൻ കണ്ടു വന്നിട്ട് പറയാം, ഈ ഒരു ടോക്ക്, ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു ടോക്ക് ഞാൻ ധ്യാനഗുരുവാണ്. വർഷങ്ങളോടെ ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ ഞാൻ ധ്യാനിപ്പിച്ചോ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കാര്യം കൊടുക്കാൻ കിട്ടിയത്. ബ്രദറെ താങ്ക് യു. മനസ്സിലായോ? അപ്പൊ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ അഭിഷേകം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഐഡിയ ആണ് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്താൽ മതി. നിങ്ങൾ 199 സങ്കീർത്തനമാണ് വായിക്കുന്നത്. ഏറ്റവും വലിയൊരു സങ്കീർത്തനം. അത് 1 മുതൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മുത്തുകളും വരും, ദൈവത്തിൻ്റെ മുത്തുകൾ. അപ്പൊ ഇവിടെ വായിച്ചത് കേട്ടോ, ആത്മസംയമം എന്നുള്ളതാണ്. ആത്മസംയമം എന്നുള്ളതാണ്. അവിടെ ഒരു മിസ്റ്റേക്ക് വന്നു, സംയമം. ഞാൻ ഒരുപാട്. അപ്പൊ ക്യാരക്ടർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഏകദേശം കിട്ടിയല്ലോ. സ്നേഹിക്കണം എല്ലാവരെയും, എപ്പോഴും സന്തോഷിക്കുക, എപ്പോഴും പിന്നെ സമാധാനം ഉണ്ടാകുക, പിന്നെ ക്ഷമയുണ്ടാകണം, നിങ്ങൾക്ക് എപ്പോഴും ദയ ഉണ്ടാകണം മറ്റുള്ളവരോട്, നന്മ ചെയ്യണം, നിങ്ങൾ എപ്പോഴും വിശ്വസ്തരായിരിക്കണം. ഇവിടെയാണ് മിസ്റ്റേക്ക്. ഈ വിശ്വസ്തതയാകാൻ കുറച്ച് പ്രയാസം നമ്മുടെ ലീഡേഴ്സിനും കൂടെയാണ് ഞാൻ പറയുന്നത്. വിശ്വസ്തതയാകണം. എന്താ വിശ്വസ്തത? ഇവിടെ കേട്ട കാര്യം അവിടെ ചെന്ന് പറയും, അവിടെ കേട്ട കാര്യം ഇവിടെ വന്ന് പറയും. അത് വിശ്വസ്തതയല്ല. അതിന് പറയുന്നത് എന്താ? പരദൂഷണത്തിന്റെ ഏജന്റ്. മനസ്സിലായോ? പരദൂഷണത്തിന്റെ നമ്മൾ മാറ്റണം. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ആ വ്യക്തി മോശമാണെങ്കിലും നല്ലത് തന്നെ. ഓക്കെ, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മക്കളെ ഒരിക്കലും നെഗറ്റീവ് പറയരുത്. അവൻ മോശമാണ്, അവൻ അങ്ങനെയാ, അവൻ ഇങ്ങനെയാ, ഒരിക്കലും പറയരുത്. എൻ്റെ മോൻ നല്ലതാണ്, ദ ബെസ്റ്റ് ബോയ് ഇൻ മൈ സ്കൂൾ, എൻ്റെ ആ സ്കൂളിലെ ഏറ്റവും നല്ല മോനാണ്. അവൻ കുരുത്തക്കേടുകാരനായിരിക്കാം, പക്ഷെ നീ പറയുമ്പോൾ അവൻ മാറും. അതാണ് പോസിറ്റീവ് കൺഫ്യൂഷൻ, പവർ. മനസ്സിലായോ? ദ പവർ ഓഫ് ദ പോസിറ്റീവ് കൺഫ്യൂഷൻ. ഓക്കെ, ആയിരിക്കണം, സൗമ്യതയായിരിക്കണം, ആത്മസംയമനം. എന്താ സംയമന പോയിന്റ്? ഇനി നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യക്തിയുടെ ശുശ്രൂഷയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോസ്തലപ്രവൃത്തി 1:8 വായിച്ചു.